പ്രണയത്തിന്റെ ആഴക്കടലിലേക്ക് ഇറ്റു വീഴുന്ന അനുഭൂതിയുടെ അനശ്വരമായ ധാര. പ്രണയത്തിന്റെ രുചി. അത് പ്രണയത്തിന്റെ രുചി, കാക്കക്കാട്ടത്തിന്റെ രുചിയാ. കാക്ക സ്ഥിരം നീ എന്താ ഉദ്ദേശിച്ചു? അളിയ പോകല്ലേ, മിക്ക ഞാൻ പറയുന്ന കേട്ടോ. മഴയാവുമ്പോ ഒരു കൊട പിടിച്ചായിരിക്കും സര വരിക. അപ്പൊ ഞാൻ ഓടിയ കൊടക്കകത്തോട്ട് കയറും. അപ്പൊ ഞാനോ? നീ അതെങ്ങനെയാലൊക്കെ നടന്നു പിണങ്ങാതെ. എന്നിട്ട് ഞാനും സരയെ കൂടെ മുട്ടി ഉരുവി ഒരു കൊടക്കീഴു. ഒടുക്കത്തെ ഫീൽ ആവുന്നില്ല. താങ്ക്സ് ഫോർ ദിസ് ഐഡിയ മാൻ. നീ ഇതെങ്ങോട്ടാ? എടാ അതിൽ ഇപ്പൊ തന്നെ സ്ഥലമില്ലടാ, നീ വേറെ എല്ലാം കൂടെ വരുമോ? നമുക്ക് പോവാം. ഇറ്റ്സ് ഓക്കെ. അല്ലേലും എനിക്ക് മഴയത്ത് നിന്ന് കരയാനാണ് ഇഷ്ടം. കാര്യം റോഷ, ഞാൻ പള്ളി വരെ പോയിട്ട് വരാമേ. നിങ്ങൾ ക്ലാസ്സിലെടുത്തോട്ടെ, ഞാൻ വന്നിട്ട് തിരിച്ചു. ഓ സോറി. അയ്യോ സോറി, ഞാൻ തമാശ ചെയ്താണോ? സോറിയോ? ഞാൻ മൊത്തം നനഞ്ഞു. ഏയ് അത്ര നനഞ്ഞിട്ടൊന്നുമില്ല. ഗദ, ഇത്ര പെട്ടെന്ന് പള്ളി പോയി വന്നോ? ഞാനേ പള്ളി പോയൊന്നുമല്ല. പിന്നെ നിനക്കൊരു ചാൻസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലേ. ശരിക്കും? ആ. ഓഹോ താങ്ക്സ് കേട്ടാ. സെറ്റ് ആവൂടാ. സെറ്റ് ആക്കണം. നീ സപ്പോർട്ട് ചെയ്യില്ലേ? പിന്നല്ല, ഫുൾ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നിനക്ക് ലൈനൊന്നുമില്ലേ? അയ്യോ എനിക്ക് ലൈനൊന്നും വേണ്ടേ. ഓ അതെന്തേ? എനിക്കിങ്ങനെ അടിച്ചു പൊളിച്ച് ഫ്രീ ബേർഡായി നടക്കാൻ ഇഷ്ടം. സന ഇപ്പൊ വരാവേ. അവൾ എത്തിക്കാണോ? അളിയ നീ ടെൻഷൻ അടിക്കാതെ, അവളിപ്പോ നമ്മുടെ ക്ലാസ് തന്നെ ഇരിപ്പുണ്ടാവും. ഇരിക്കുവല്ല, നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ സയൻസ് ആണെന്ന്. ഗ്രേറ്റ് മാൻ. കാണാൻ കൊള്ളുന്ന പെമ്പിളാരൊക്കെ സയൻസിലാണല്ലേ. ഇപ്പൊ കോമേഴ്സിലുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്താണ് സെക്കൻഡ് ബെഞ്ച് ഇങ്ങേറ്റത്തിരിക്കുന്ന കൊച്ചിനെ കണ്ടോ? പ്രിയ, അതെനിക്ക് ഓൾറെഡി സെറ്റ് ആയതാ. നീ അതിന്റെ അപ്പുറത്തൊരു കുട്ടി കണ്ട, അനുപമ. നല്ല കുട്ടിയാ. ആണോ? ചെറിയൊരു കോങ്ങണ്ണുള്ളൂ, ഞാൻ സെറ്റ് ആക്കിയത്. വാപ്പാക്ക് സെറ്റ് ആക്കും. നമ്മ നേരത്തെ പറഞ്ഞു. നിന്റെ തട്ടൊന്ന് പറഞ്ഞ് കൊമേഴ്സിൽ പോയല്ലേ? പോടാ തെണ്ടി. പെമ്പിള്ളേര് വളരെ കുറവല്ലേ? ക്ലാസ് മൊത്തം ഗേൾസ് വേണമെങ്കിലേ വല്ല ഗേൾസ് സ്കൂളിൽ പോയി പഠിക്കാം. നിനക്കൊരു ചാവാല് സാധനം കിട്ടേണ്ട ജാട കടത്തിണ്ട്. നിനക്ക് അതുപോലും ഇല്ലല്ലോ ദാരിദ്ര്യം പിടിച്ച് തെണ്ടി. യെസ്, ഇതാണ് എൻ്റെ മലർനീസ്.
സ്റ്റുഡൻസ്, എൻ്റെ പേര് സ്നേഹ. എൻ്റെ വീട് ഇവിടെ അമലാനഗറിലാണ്. ഞാൻ നിങ്ങളുടെ സുവോളജി മിസ്സാണ്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? അതെ, ടീച്ചറിന് ലൈൻ ഉണ്ടോ? നിന്റെ പേരെന്താ? ഫ്രാൻസിസ് ജെ മണവാളൻ. മോനെ മണവാള, നീ ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിലേക്ക് വാ. അപ്പൊ ഞാൻ നിനക്ക് പറഞ്ഞുതരാം എനിക്ക് ലൈൻ ഉണ്ടോ ഇല്ലോ കേട്ടോ. ഇപ്പൊ എന്തായാലും ഇരിക്ക്. താങ്ക് യു മിസ്. എന്നാ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ഇവിടെ തുടങ്ങാം. Hi, I'm Michelle and Daniel. മിസൈലാ? എടാ മിസൈലല്ല, മിഷേൽ. ഓ, I studied till 10th in US. ഞാൻ വരുന്നത് കുന്നംകുളത്തു നിന്നാണ്. ജോസപ്പേ, കൊച്ചിന് മലയാളം അറിയാം? ഹായ്, ഞാൻ ഗാഥ ജോൺ. ഞാൻ പഠിച്ചത് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ്. അളിയാ, ഇവള് മറ്റവളുടെ കട്ട കമ്പനിയാണ്. ആണോ? ആദ്യം ഇവളെ സെറ്റാക്കാം. ഓക്കെ, എന്നിട്ട് ഇവളിലൂടെ മറ്റവളെ സെറ്റാക്കാം. ഇത് വല്ല നടക്കുവോ? നടന്നില്ലെങ്കിൽ നടത്തിയിരിക്കും. ഞാൻ ഷിബു സണ്ണി. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സബ്ജക്ട് മാത്സ് അല്ലേ സാർ? ആ, എങ്ങനെ മനസ്സിലായി? സാറ് ബോർഡിൽ എഴുതിയത് വായിച്ചപ്പോ മനസ്സിലായി. ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം തരാം. ഓക്കെ? ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവർക്ക് ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡിഗ്രിക്ക് 90% മാർക്കോടുകൂടി പാസ്സായ സമയത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ ഈ അഭിനയപ്രാന്ത് കാരണം ഡിഗ്രിയൊക്കെ പൊട്ടി തേണ്ടി കുത്തുവാളത്തിരിക്കുന്ന സമയത്ത് ഓഡീഷന് പോവാൻ കാശില്ലെന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ കിടന്ന ചെയിൻ എടുത്ത് വിറ്റ് സഹായിച്ചത് മറ്റാരുമല്ല, ഞാനായിരുന്നു. ഇപ്പൊ അവൻ വലിയ സ്റ്റാറായി. ഒരു തേങ്ങലോടെ അല്ലാതെ അവനെ എനിക്ക് ഓർക്കാൻ കഴിയില്ല. ഇന്നലെ കഴിഞ്ഞ പോലെ. അതാരാ സാറേ? പറഞ്ഞാ നിങ്ങൾ അറിയൂ. എന്റെ നിവിൻ പോളി, ഞങ്ങളുടെ അച്ചായ. എന്താ ചെയ്യുന്നത്? നിവിൻ പോളി. ആ, ഞാൻ ചാവും. അല്ല സാറേ, നീമ്പോളി ബിടെക് അല്ലേ? ഡിഗ്രി. അവൻ അങ്ങനെയാണോ പറഞ്ഞു കിടക്കുന്നേ? അതൊക്കെ സിനിമയിലെത്തുമ്പോ ചുമ്മാ ഒരു സ്റ്റൈലിന് തള്ളതല്ലേ. അവൻ ഡിഗ്രി പോലും പാസ്സായിട്ടില്ലാന്ന് ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ അറിയൂ. ഹായ്. കദൂസ്, ഹായ്. പ്രിയ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ ക്ലാസ്സിലുണ്ടാവേ. ശരി. എവിടെയോ ഉണ്ട്. ഹായ്. 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 ഹലോ. കൈ മാറ്റണം. നിന്ന് ഹായ് പറഞ്ഞ് കളിക്കാതെ കാര്യം ചോദിക്കടാ. അത് പിന്നെ കാര്യം? എന്ത് കാര്യം? അത് ചോദിക്കണം. അത് പിന്നെ ഓ, അതെ, ഇയാൾക്ക് കോമേഴ്സിലൊരു ഫ്രണ്ട് ഇല്ലേ? തട്ടൊക്കെ ഇട്ടൊരു കുട്ടി. ആ, അവളുടെ പേരെന്താ? ആർക്കാ? ഇവനാ. ഇന്നലെ അവളെ കണ്ടപ്പോ തൊട്ട് ഇവന് മറ്റേതടിച്ചതാ. മറ്റേതോ? അതല്ല, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓ, യെസ്. അവളുടെ പേരൊക്കെ പറഞ്ഞുതരാം. അതിനു മുന്നേ എന്റെ പേരെന്താന്നറിയോ? അതല്ലേ ഇന്ന് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞേ. ആ, എന്നാ പറ. എന്തോ ഒരു ദാ വെച്ച് തുടങ്ങുന്ന ഒരു പേരായിരുന്നു. ആ, കിട്ടിപ്പോയി. ദാക്ഷായണി. ദാക്ഷായണി അല്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് അവളുടെ പേര് പറയാൻ മനസ്സില്ല. ഹലോ ഗാഥ, എന്തൊക്കെയുണ്ട്? എടേ, സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ പേര് പോലും അറിയില്ലേ? എന്തോന്നടേ ഇതൊക്കെ? എന്നല്ലേ, നിനക്ക് ഇവന്റെ പേരറിയോ? അതവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു. അവരിപ്പോ ഇവര് ഷാറുഖ് ഖാൻ പേരിട്ടായത്. ഇതൊക്കെയല്ലേ കോലം. സില്ലി ബോയ്സ്. ഗാദു, ഞാൻ പോട്ടെ. പിന്നെ കാണാം. നിങ്ങൾ ചോദിച്ച കുട്ടിയുടെ പേര് സന എന്നാ. ഓക്കെ? നൈസ് നെയിം, സന. എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലാന്നോ? ഇത് പറയാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, നമ്മൾ തമ്മില് ഇത്ര പെട്ടെന്ന് സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യാ, സെറ്റായിന്നാ? എന്ത് സെറ്റായി? അപ്പൊ നീയല്ലേ ഇന്നലെ എന്നെ അവിടുന്ന് സൈറ്റ് അടിച്ച് കാണിച്ചേ? ഞാനോ? സൈറ്റ് അടിച്ചെന്നോ? എപ്പോ? സൈറ്റ് അടിച്ച് കാണിച്ചില്ല? ഇല്ല, നിനക്ക് തോന്നിയതോ?
തോന്നിയാണല്ലേ? എന്നാലേ ഇതും തോന്നിയതാ. നീ ഫുഡ് കഴിക്കുന്നില്ല അറിയാം. ആകെ പണിപാളിന്ന് തോന്നുന്നു. എന്ത് വയറിലൊക്കെയാണോ? അതല്ലടാ, ആ പ്രിയ ഫോം വിളിച്ചപ്പോ കട്ടാക്കി. വാട്സാപ്പിലാണെങ്കിൽ ബ്ലോക്കും ചെയ്തു. കിസ് അടിച്ചത് പണിയാ പാളിയാ. പടിയായി കിസ് അടിച്ച പടിയായി. പെട്ടളിയാ പെട്ട്. നിന്റെ ആരെ തീരുമാനമായി. ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ചെയ്യാനുള്ളൊക്കെ പ്രിൻസിപ്പൾ ചെയ്യും. നാളെ തന്നെ TC വാങ്ങാൻ റെഡി ആയിക്കോ. പിന്നെ അമ്മയോട് പറയണം വീടിന്റെ അടുത്ത് ഏതെങ്കിലും നല്ല സ്കൂൾ നോക്കിക്കോളാൻ. ചേട്ടാ 2 പൊറോട്ട. ഇന്നെന്തായാലും നിനക്ക് TC ഉറപ്പാണ്. ശവത്തി കുത്തലളിയാ. കുത്തും. എന്താടാ കണ്ണോന്ന് പറഞ്ഞേ? അയ്യേ എന്ത് കോലാടി ഇത്. ഫുൾ പൊട്ടിപ്പൊടിയാണല്ലോ. ഇവളെ കണ്ടോ മറ്റേ ചതിക്കാത്തല്ലേ സലീകുമാറില്ലേ, അതേപോലെ കണ്ടോ. അഫു അഫു. ഓ, ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടപ്പോ അത് പൊട്ടിപ്പൊടി. നിന്റെയൊക്കെ പ്രിയ സാധനം കിട്ട ഐശ്വര്യറായി. നീ എന്തിനാ കണ്ണോന്ന് പറഞ്ഞേ? അതൊന്നുമില്ല, ഒരു ചീള് കേസ്. ഇവൻ ഇന്നലെ ആ പ്രിയനെ കയറി കിസ് അടിച്ചു. കിസ്സോ? എടാ ദുഷ്ടാ. അത് പെട്ടെന്നൊരു മറ കിട്ടിയപ്പോ അറിയാണ്ട് ചെയ്തു പോയി. അപ്പൊ ഒരു മറ കിട്ടിയാ നീ അത് മറൈൻ ഡ്രൈവ് ആക്കും അല്ലേ? നീ ഇതെങ്ങനെയും സോൾവ് ചെയ്തു തരണം പ്ലീസ്. നീ വാ നോക്കാം. കണ്ടു പഠിക്ക്. സന, നീ വല്ലതും അറിഞ്ഞോ? ഇവിടെ ഫുൾ കിസ്സിങ്ങാ. അല്ലോ കിസ്സിങ്ങോ? ആക്രാന്തം അല്ലാതെന്ത്. ആ റോഷൻ കയറി പ്രിയനെ കിസ് അടിച്ചു. വൃത്തികെട്ടവൻ. പിന്നെ എല്ലാവർക്കും എന്റെ പോലെ കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കണം. പ്രിയ, ഒരു മിനിറ്റ് ഒന്ന് പുറത്തു വരൂ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ ഇതെങ്ങോട്ടാ? നീ എവിടെ ഇരിക്കും? ഈ പ്രിയ മാത്രം മതി, പേഴ്സണലാണ്. പേഴ്സണലായിട്ട് കൂട്ടിവിട്ട് എന്തിനാ? കിസ് അടിക്കാനാണോ? അതിന് നടക്കൂല മോനെ. നീ എന്തിനാ ഇതൊക്കെ ഇവളോട് പറയാൻ പോയെ? ഓ, ഇവനൊരു വൃത്തിയോട് കാണിക്കാനും അത് നിന്നോട് പറയാനും കുഴപ്പമില്ല. ഞാൻ ഇവളോട് പറഞ്ഞതാ ഇപ്പൊ വലിയ കുഴപ്പം. എന്ത് വൃത്തികേട്? ഞാൻ നല്ല വൃത്തിക്കല്ലേ അമ്മേ. ഇഷ്ടായില്ല? ഇഷ്ടായില്ല. പിന്നെ അവനെ നിനക്ക് ഇഷ്ടമായിട്ടല്ലേ അവൻ തന്ന കേസ് നീ എല്ലാവരോടും പറഞ്ഞ്? ഇല്ലെങ്കിൽ നീ അപ്പൊ തന്നെ പ്രിൻസിപ്പൽ പോയി കംപ്ലൈന്റ് ചെയ്തേനെ. ആ, അത് പിന്നെ ക്ലാസ് തുടങ്ങുമ്പോ തന്നെ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ ഇവനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല. എന്ത് ജാടയടി നിനക്ക്? എന്റെ ചെക്കൻ ചുള്ളനല്ലേ? ഞാനൊക്കെ ആയിരുന്നു എപ്പോഴേ പ്രേമിച്ചേനെ. ആ, നീ കയറി പ്രേമിച്ചോ? ആ, പ്രേമിക്കും. ഓ റോഷ, ഇനി ഈ കാര്യം എന്റെ അടുത്തോട്ട് വരണമൊന്നുമില്ല. ഞാൻ നിന്നെ ഒരിക്കലും പ്രേമിക്കാൻ പോണില്ല.